ഹൗസിൽ നമ്മുടെ അനുമോളും ശൈത്യയും തമ്മിൽ മുട്ടനടി. അപ്പോൾ അടി തീർക്കാനും ഇവരുടെ ഇടയിൽ നിൽക്കാനും നമ്മുടെ അനുമോളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആദില അനുമോളെ പിടിച്ചു വെച്ച് സംസാരിക്കുന്നുണ്ട്. എടാ, നീ അറിഞ്ഞതൊന്നുമല്ല സത്യം. ശൈത്യമല്ല അത് പറഞ്ഞത്, വേറൊരാളാണത് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പോൾ അനുമോൾ ആദ്യമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും നമ്മുടെ ആദിലയ്ക്ക് ഇതൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യണം എന്നുണ്ട്. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് ഫ്രണ്ട്സായിരുന്നു. നമ്മുടെ ആദിലയും നൂറയും അനുമോളും ശൈത്യമെല്ലാം നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അനുമോളും ശൈത്യം തമ്മിലുള്ള വഴക്ക് തീർക്കാനായിട്ട് ആദില മുന്നിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദില അനുമോളോട് ചോദിക്കുന്നുണ്ട്, എടി നീ കേട്ടതൊന്നും അല്ല സത്യം, ശൈത്യമല്ല അത് പറഞ്ഞിരിക്കുന്നത്, വേറൊരാളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി അവളല്ലെങ്കിൽ തന്നെ അവൾ എന്നോട് പറഞ്ഞ മറുപടി വളരെ വിഷമമുള്ളതാണ്. അതായത് ശൈത്യ പറഞ്ഞത് അനുമോളുടെ പല്ലടിച്ച് തീർപ്പിക്കുമെന്നാണ്. അപ്പോൾ അനുമോൾക്കിത് നന്നായിട്ട് വിഷമമായിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് പറഞ്ഞു തീർക്കാനായിട്ട്, കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആദില വന്നിരിക്കുകയാണ്. ഹൗസിൽ മറ്റെല്ലാവരും കാത്തിരുന്ന ഒരു അടിയായിരിക്കണം ഇത്. കാരണം ശൈത്യയും അനുമോളും ഇവർ നല്ല ചങ്ക് ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഇവരെ തമ്മിൽ വേർതിരിക്കുക എന്നുള്ളത് ഹൗസിലെ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗസിൽ മൊത്തം ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇവരുടെ ഈ ഒരു വിഷയം. നൂറയും അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. കാരണം ശൈത്യമല്ല അത് പറഞ്ഞത് എന്ന് അനുമോളോട് കൺവിൻസ് ചെയ്യാനായിട്ടാണ് രണ്ടുപേരും ശ്രമിക്കുന്നത്. അനുമോൾ അത് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവളല്ലെങ്കിൽ പിന്നെ ആര് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, മസ്താനിയാണ് പുറമേ നിന്ന് വന്ന് ഈ കാര്യം പറഞ്ഞത്, ശൈത്യമല്ല. അപ്പോൾ മസ്താനിയും അനുമോളും ഇപ്പോൾ നല്ലൊരു റിലേഷനിൽ പോകുന്നത് കൊണ്ട് അനുമോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ മസ്താനിയോട് ചോദിക്കണോ ഈ കാര്യം, മസ്താനിയുമായിട്ട് തല്ല് പിടിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിന്നിയും മറ്റുള്ളവരുമെല്ലാം ഇതൊക്കെ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. അപ്പാനി, ശരത്ത്, നമ്മുടെ ആര്യൻ, അക്ബർ ഇവരെല്ലാം പറയുന്നുണ്ട്. ഇവരെല്ലാം നമ്മുടെ ശൈത്യയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവർക്കെല്ലാം അനുമോളോട് നല്ല ശത്രുതയുണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ പിരിക്കുക എന്നുള്ളത് ഇവരുടെ അടുത്തൊരു ലക്ഷ്യമായിരിക്കണം. അപ്പോൾ ശൈത്യയ്ക്ക് നന്നായിട്ട് പിരികയറ്റി കൊടുക്കുന്നുണ്ട് അനുമോളുടെ കാര്യം. അപ്പോൾ ശൈത്യ ഇത് അനുമോളോട് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ആദില നൂറയ്ക്ക് ഇവരെ തമ്മിൽ ഇതൊന്ന് പറഞ്ഞ് തീർത്ത് പഴയ പോലെ ഫ്രണ്ട്സ് ആക്കുക എന്നുള്ളൊരു രീതിയിലാണ്, ആറ്റിറ്റ്യൂഡിലാണ് ഇവർ രണ്ടുപേരും അനുമോളെ സമീപിക്കുന്നത്. അപ്പോൾ ഹൗസിലെ എല്ലാവരുടെയും ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് നമ്മുടെ അനുമോൾ ശൈത്യ ഈ ഒരു വിഷയം. അപ്പോൾ ശൈത്യ നേരിട്ട് ചോദിക്കുന്നുമുണ്ട് അനുമോളോട്. ശൈത്യ ഇപ്പോൾ അനുമോൾക്കെതിരെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് നല്ല പ്ലാനോട് കൂടിയാണ് നമ്മുടെ ഹൗസിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഷാനവാസിക്ക, നമ്മുടെ ആദില, നൂറ എല്ലാവരും. ശൈത്യ പറയുന്നുണ്ട്, ഞാനല്ല അത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഷാനവാസിക്കോടും പറയുന്നുണ്ട്. അപ്പോൾ നേരിട്ട് തന്നെ അനുമോളോട് ശൈത്യ പിന്നെ ചോദിക്കുകയാണ്, ഞാനല്ല ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞതിലല്ല എനിക്ക് വിഷമം, നീ എൻ്റെ പല്ലടിച്ച് തെറിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ പറയാത്ത കാര്യം ആര് പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും ഞാൻ പറയുന്നത് എന്ന്.